എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ സൗണ്ട് ഒക്കെ കേട്ടല്ലോ. എനിക്ക് പനിയായിരുന്നു കേട്ടോ. രണ്ട് ദിവസത്തെ പനിക്ക് ശേഷമാണ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കണേ. ഞാൻ ഈ വീഡിയോ നേരത്തെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്ന വീഡിയോ കേട്ടോ. പക്ഷെ എനിക്ക് പനിയൊക്കെ വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കറിയാം, സൗണ്ട് ഇപ്പോഴും അടങ്ങി തന്നെയാണ് ഇരിക്കണേ. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എല്ലാവർക്കും അറിയാലോ, ഡിസംബറൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ കോൾഡൊക്കെ കുടിക്കുമ്പോൾ, തണുത്ത വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കുടിക്കുക കേട്ടോ. പുറത്ത് വെയിലായിരിക്കും, പക്ഷെ നമുക്ക് എന്നാലും ആ ഒരു ചൂടിന് ഇതാക്കാൻ വേണ്ടി നമ്മൾ തണുത്ത വെള്ളമൊക്കെ കുടിക്കും. പക്ഷെ പണി കിട്ടും. വൈകിട്ടൊക്കെ ആയ എല്ലാ സ്ഥലത്തും തണുപ്പാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ ടൈമിലാണ് കേട്ടോ. പക്ഷെ ലേറ്റായി. ഞാനിത് വളരെ നേരത്തെ ചെയ്യുന്ന കാര്യം കേട്ടോ. അതായത് രാവിലെ എണീറ്റിട്ടുള്ളൊരു മോർണിംഗ് റൊട്ടീനിൽ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളെ ചെയ്ത് കാണിക്കാൻ വന്നത്. തമ്മിൽ ഉണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ. അതായത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലത്തെ എൻ്റെ ഒരു ഹെയർ കെയർ. അതായത് ഹെയർ വാഷ് ചെയ്യാത്ത ദിവസം നന്നായിട്ട് ഹെയർ ദ ഹോൾ ഡേ നന്നായിട്ട് ഹെയർ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. ഇത് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണെങ്കിലും കുഴപ്പമില്ല, വാഷ് ചെയ്യാത്ത ദിവസമാണെങ്കിലും കുഴപ്പമില്ല. വാഷ് ചെയ്യാത്ത ദിവസം നമുക്ക് കുറച്ചും കൂടി കൂടുതലൊരു കെയർ കിട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ പിന്നെ നമ്മൾ കെയർ ഒക്കെ ചെയ്യുമല്ലോ. കുളിക്കുന്ന സമയം ഹെയർ കെയർ. ഞാൻ മുഖത്തോട്ട് നോക്കണം എന്ന് വെച്ചാൽ പനിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മുഖം എന്തോ പോലെ ഇരിക്കേണ്ടതാ കേട്ടോ. അപ്പൊ ഇന്ന് രാവിലത്തെ ഒരു ഹെയർ കെയർ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കും, രാവിലെ ഇപ്പൊ എന്താ ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നതും ചെയ്യുമല്ലോ, അപ്പൊ പാക്കൊക്കെ ഒന്നും ഇടുന്നില്ല. പിന്നെ എന്താണ് ഇത്ര ഈ ഒരു ഹെയർ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ടിരിക്കാൻ, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു മോർണിംഗ് ഹെയർ കെയർ. പണ്ടൊന്നും ഇത് ചെയ്യുന്നില്ല. എന്തിപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് പാക്കൊക്കെ ഇട്ട് കഴുകുന്നല്ലാണ്ട് നമ്മളൊരു മോർണിംഗ് റൊട്ടീൻ, ഒരു നൈറ്റ് റൊട്ടീൻ, അതൊരു സമയം എടുത്ത് ചെയ്യുമ്പോൾ എന്ത് ഡിഫറൻസ് വരുന്നതെന്ന് അറിയാം. അത് നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയുള്ളൂ. നമ്മുടെ മുടി ഭയങ്കര മാനേജബിൾ ആവും. കാര്യം ഇപ്പോൾ നമ്മൾ ഹെയർ രാവിലെ ഒരു മോർണിംഗ് കെയറോ നൈറ്റ് കെയറോ മോർണിംഗ് കെയറോ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ പോയിട്ട് മുടി കെട്ടിവിടത്തണം, മുടി ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു മോർണിംഗ് കെയർ ഒക്കെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയും പോകുന്ന നേരത്ത് ഭയങ്കര ഈസി ആയിട്ട് മാനേജബിൾ ആയിട്ട് മുടി ഒന്ന് കോംബ് ചെയ്ത് കെട്ടിക്കൊണ്ടാവും. കാര്യം മുടി നല്ല മാനേജബിൾ ആയിട്ടിരിക്കും. അതല്ല നമ്മളിങ്ങനെ എണീറ്റ് വന്ന വഴി മുടി അങ്ങനെ കെട്ടി വെച്ചിട്ട് ഇരിക്കുകയാണ്, നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ട ഒരു സാഹചര്യം വന്നു, ഹെയർ ഒക്കെ കെട്ടാൻ നോക്കുമ്പോൾ മുടി ഭയങ്കര ഒട്ടും മാനേജബിൾ അല്ലാണ്ടിരിക്കും. പിന്നെ അത് തന്നെയല്ല, ഭയങ്കര നമ്മുടെ മുടി ഡ്രൈ ആവാനും പൊട്ടിപ്പോവാനും. നമ്മുടെ മുടി ഇപ്പൊ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എണ്ണയിടും, മുടിക്കൊരു പാമ്പറിങ് നമ്മൾ കൊടുക്കും, പാക്ക് ഇടും, മസാജ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമാണെങ്കിൽ കൂടി, അതല്ല ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു മോർണിംഗ് കെയർ ഒരു നന്നായിട്ട്, അല്ലെങ്കിൽ ഒരു നൈറ്റ് ആണെങ്കിലും നിങ്ങളൊരു ഹെയറിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ, അപ്പോൾ ഒരു 5 മിനിറ്റ് മാറ്റി വെച്ചാൽ നിങ്ങളുടെ മുടിയുടെ മൊത്തത്തിലുള്ള ഹെൽത്തിനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല കെട്ടി നല്ല മാനേജബിൾ ആക്കി നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഇത് ചെയ്ത് വെക്കുമ്പോൾ എന്ത് രസമായിട്ടായിരിക്കും മുടി ഇരിക്കുന്നത്. അത് മുടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് കെയർ ചെയ്യുന്നതുകൊണ്ടല്ലേ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, നമ്മുടെ മുടി ഡ്രൈ ആവില്ല. മുടി എന്ന് വെച്ചാൽ മുടി കെട്ടാനൊക്കെ എടുത്ത് നോക്കണം. നമ്മൾ രാവിലെ എണീറ്റിട്ട് പിന്നെ എപ്പോഴെങ്കിലും മുടി നോക്കുമ്പോൾ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ആ ഡ്രൈനെസ് നമുക്ക് ഒഴിവാനായിട്ട് സാധിക്കും. സ്പ്ലിറ്റ് എൻഡ്സ് വരുന്നത് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മുടി എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാതിരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ മുടിക്ക് ഇന്റേണൽ ഗ്രോ ചെയ്യാനുള്ള സംഭവം നമ്മളൊരു മോർണിംഗ് കെയർ ചെയ്യുമ്പോൾ ഒരു കൊടുക്കുന്നുണ്ട്. പിന്നെ മുടിയുടെ നമ്മുടെ സ്കാൽപ്പിന് സ്റ്റിമുലേറ്റ് ആവുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന വഴി ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഹെയർ ഗ്രോത്ത്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ചെറിയ ചെറിയ ബേബി ഹെയർസ് വളർന്നു വരാനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട്. പിന്നെ നല്ല മുടി നല്ല മാനേജബിൾ ആയിട്ടിരിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് നല്ല പോകേണ്ട വന്നാൽ മുടിയൊക്കെ കോംബ് ചെയ്ത് നമുക്ക് പോയാൽ മതി, കെട്ടി ഇങ്ങോട്ട് പോയാൽ മതി. ആ സമയത്ത് ഇരുന്ന് കെട്ടിവിടത്താനോ അയ്യോ മുടി ഡ്രൈ ആയി എന്നൊക്കെ അപ്പോഴായിരിക്കും അപ്പം പോയിട്ട് ചിന്തിക്കേണ്ടെന്ന് കാര്യം വരില്ല. നമ്മൾ എപ്പോഴും അത് ചെയ്ത് നോക്കി അത് സ്ഥിരമായിട്ട് നമുക്കതൊരു നല്ല രസമായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ 2 ദിവസമൊക്കെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടൊക്കെ ചെയ്യാതെ ഇരിക്കുമ്പോൾ നമുക്ക് അയ്യോ മുടി അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് തോന്നിപ്പോകും. കാരണം അത്ര അടിപൊളിയാവും കേട്ടോ. കാരണം നിങ്ങൾ എന്നും ചെയ്യുന്ന വഴി നിങ്ങളുടെ മുടി ഡ്രൈനെസ് കുറഞ്ഞ് നല്ല മാനേജബിൾ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കും. അപ്പം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇട്ട് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടം, എൻ്റെ ലാക്മേയുടെ ഒരു ഷെയ്ഡാട്ടോ, നല്ല അടിപൊളി ഷെയ്ഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഫേസിലൊരു ഇത് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഫേസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് നമ്മളെ പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇന്നിപ്പോൾ ലേറ്റ് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ 10-11 മണി ആവാറായിട്ടാണ് കേട്ടോ സമയം. അതെന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. സാധാരണ നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് വെക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലേറ്റ് ആയി പോയതാണ്. പിന്നെ ചിലപ്പോൾ ഒക്കെ ലേറ്റ് ആവും. സ്കിൻ കെയർ കഴിഞ്ഞ് ചിലപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും ചെയ്യണേ. അതൊരു അന്നേരത്തെ ഒരു ഇതുപോലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം.
ഫസ്റ്റ് തന്നെ ഞാൻ വീക്കിൽ 2 വട്ടം ഒരു ഡ്രിങ്ക് കുടിക്കും കേട്ടോ. അതെന്ന് വെച്ചാൽ ചിയാ സീഡ് ഇട്ടിട്ടുള്ള ഡ്രിങ്കാണ്. ചിയാ സീഡ് നമ്മുടെ സ്കിന്ന് നന്നാവാനും നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ചിയാ സീഡിൽ ഒരുപാട് കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള. പക്ഷെ ഞാൻ അധികം ഇൻടേക്ക് ചെയ്യാറില്ല, കാരണം ഇത് കുടിക്കുമ്പോൾ പെട്ടെന്നൊക്കെ നമ്മുടെ കണ്ണൊക്കെ കൂടെ കുഴിയിലായ പോലെ. എന്ന് വെച്ചാൽ ഇത് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഡ്രിങ്കാണ്. എന്ന് വെച്ചാൽ ഒരു അളവിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ വല്ലാണ്ട് കഴിക്കാറില്ല, ഒരു ട്വൈസ് അല്ലെങ്കിൽ ഒരു ത്രൈസ് ഒക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത് കുടിക്കുന്ന ദിവസം അപ്പൊ അതുകൂടി കാണിച്ചു തരാന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾക്ക് അതും കൂടി കാണാലോ. അപ്പൊ ഞാൻ ചെയ്യാത്തൊരു ദിവസം ചെയ്താൽ പിന്നെ അത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതും കൂടി കാണിക്കാന്ന് വിചാരിച്ചത്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ കോമ്പ് ചീപ്പ് വേണം, റോസ്മേരിയുടെ ഡോണർ ആട്ടോ. പിന്നെ എന്റെ ഹെയർ ഗ്രോത്ത് ഓയിൽ, അതായത് എന്റെ ഹെയർ ഓയിൽ കാച്ചി എണ്ണ. കഴിഞ്ഞ ദിവസം കൈ ഇതാക്കിയപ്പോൾ അവിടെ തട്ടിയോണ്ട് പേടി. അപ്പോൾ ഓയിലൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ മുടിയുടെ കെട്ട് കളഞ്ഞ കിടന്നേ എന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയുടെ കെട്ട് കളയാം. അപ്പം ഞാൻ രാത്രി നിങ്ങൾ കെട്ട് കളഞ്ഞ് വെക്കുന്നെങ്കിൽ മുടി പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ വലിയ പാടൊന്നും ഉണ്ടാവില്ല കെട്ട് കളയാനായിട്ട്. അപ്പം അങ്ങനെ അപ്പം നിങ്ങൾ കെട്ട് കളഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ മുടി 2 ദിവസത്തേക്ക് ഇടുക, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഇതായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള മെത്തേഡ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് എടുത്തിട്ട് മുടി അടിയിൽ ഇങ്ങനെ കോംബ് ചെയ്ത്, അടിയിൽ നിന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറിയതായിട്ട് കോംബ് ചെയ്യുന്ന പോലെ, എന്നിട്ട് മേളിലേക്ക് പോവാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഒരുപാട് ഗുണമുണ്ട് നമ്മുടെ മുടിക്ക്. ഓരോ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള കാര്യം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. മുടിയുടെ കെട്ടെ കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഹെയർ മസാജ് ആണ് കേട്ടോ. വഴി നമ്മുടെ സ്കാൽപ്പ് സ്റ്റിമുലേറ്റ് ആവും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. കൂടാതെ തന്നെ നമ്മുടെ സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്താനും, ഇത് ഹെയർ സോഫ്റ്റ് ആയിട്ടിരിക്കാനും, മുടി കുറച്ചും കൂടി സിൽക്കി ആയിട്ടിരിക്കാനും, മുടി ഡ്രൈനെസ് ഒന്ന് പൊട്ടി പോകാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങൾ സ്കാൽപ്പ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം മസാജ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ഒരു 3 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഹെയർ മസാജ് ചെയ്യുന്നത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ. ഇന്ന് മസാജ് ചെയ്താൽ പിന്നെ നാളെ ചെയ്യില്ല, പിന്നെ അടുത്ത ദിവസം ചെയ്യും, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ കേട്ടോ. അത് എനിക്കൊരു തോന്നണ പോലെ. നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്യാം, ഡെയിലി ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചിയാ സീഡിന്റെ ഡ്രിങ്ക് കുടിക്കുന്നത് വീക്കിൽ 2 അല്ലെങ്കിൽ 3, മസാജ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ. ഇപ്പോൾ രാവിലെ നന്നായിട്ട് മസാജ് ചെയ്തെങ്കിൽ വൈകുന്നേരം കാര്യമായിട്ടൊന്നും ചെയ്യില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു മസാജ് എടുത്തിട്ട് കിടക്കുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ മസാജ് ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ രാത്രി ചെയ്താലും മതി, ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ട് കേട്ടോ. നമുക്ക് മസാജ് ചെയ്യാം. ഓക്കെ, ഒരു 3 മിനിറ്റ്സ് എന്തായാലും ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മളെപ്പോഴും മേളിലല്ലേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇവിടെ ബേബി ഹെയർസ് ഒക്കെ വരാനും നിങ്ങൾക്ക് നെറ്റ് കയറാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ കുളിക്കാൻ നേരത്തെ ഓയിലിംഗ് ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ മുടി കുരിച്ചിട്ടിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാജിങ് ഒക്കെ കഴിഞ്ഞ് മുടി ഇങ്ങനെ പൊങ്ങി വന്നിരിക്കുക കേട്ടോ. ഈ ഒരു മസാജിങ് നമ്മുടെ മുടി ഡ്രൈനെസ് കുറയ്ക്കാൻ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇൻവേർഷൻ മെത്തേഡിലും ചെയ്യണമെന്ന് പറഞ്ഞ്. അതിന് ശേഷം നമ്മൾ മുടി മൊത്തത്തിലൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ദിവസത്തിൽ 2 വട്ടമെങ്കിലും മുടി താഴത്തുനിന്ന് മേളിൽ വരെ ഒന്ന് കോംബ് ചെയ്യണം. അത് മുടി ഡ്രൈനെസ് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. 2 വട്ടം മതി, അതിൽ കൂടുതൽ 2 വട്ടം മതിയിട്ട് അതിൽ കൂടുതൽ വേണ്ട. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മുടി മേളിൽ നിന്ന് താഴെ വരെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ളൊരു കാര്യം, അപ്പോൾ ഇത്രയും പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? മുടിയുടെ ഡ്രൈനെസ് മാറാനായിട്ട് മുടി നന്നായിട്ട് മസാജ് ചെയ്തു, ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടിയുടെ ഫ്രണ്ടിൽ നമ്മുടെ ബേബി ഹെയർസ് വളരാനായിട്ട് നമ്മൾ ചെറിയൊരു മസാജ് കൊടുത്തു, മുടി കോംബ് ചെയ്തു. അപ്പോൾ മുടിയുടെ കെട്ട് മാറ്റി, സ്പ്ലിറ്റിൻസ് വരാനൊക്കെയുള്ള കാര്യം ചെയ്തു. സ്പ്ലിറ്റിൻസ് വരാനിരിക്കാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും നമ്മൾ ആ സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഓയിൽ നമ്മുടെ മുടിയിലേക്ക് മുഴുവൻ എത്താം. മുടി ഡ്രൈ ആവാതിരിക്കാൻ, മുടി പൊട്ടി പോകാതിരിക്കാൻ മുടി മസാജ് ചെയ്തു. ആ ഒരു ഓയിൽ എല്ലായിടത്തേക്കും എത്താൻ മുടി ഒന്ന് കോംബ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂസ് ചെയ്യുന്ന ഓയിൽ ഒരു ജസ്റ്റ് ഒരു 2-3 തുള്ളി മതി കേട്ടോ. ഓയിലായിട്ടിരിക്കുന്നു ഇല്ലത് കുറച്ച് കഴിയുമ്പോഴേക്കും മുടിയിലേക്കും കൂടെ അബ്സോർബ് ആയി പോകും. മുടി ഡ്രൈ ആവുകയില്ല, അത്രേ ഉള്ളൂ കേട്ടോ. ടെൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക.
ഉണ്ടോ, മുടി പൊട്ടുന്നുണ്ടോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. കാര്യം നമ്മൾ എപ്പോഴും പോയിട്ട് ഇത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് അറിയാൻ പറ്റും. അതല്ലാണ്ട് നിങ്ങൾ ആണ്ടിലും കൊല്ലത്തിലും പോയിട്ട് മുഴുവൻ അറ്റം നോക്കിയിട്ട് അയ്യോ ഇത്ര സ്പ്ലിറ്റൻസ് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് എപ്പോഴും അറിയണം, നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്ര ഉള്ള പരിപാടി. ബാക്കിയുള്ള ഓയിൽ ഈ നെറ്റിയുടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ആക്കി കൊടുക്കും. ബേബി ഹെയർസൊക്കെ ഇങ്ങനെ വളർന്ന് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത്രയാണ് മെയിനായിട്ട് ചെയ്ത കാര്യം. ഇനി അടുത്ത റോസ്മേരിയുടെ ടോണറാണ്. ഇത് ഞാൻ വീക്കിലി 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടമാണ് ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 2 അല്ലെങ്കിൽ 3. ചിയ സീഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ചിയ സീഡ് 2 അല്ലെങ്കിൽ 3. ഹെയർ മസാജ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ, ഡെയിലി ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഈ ടോണർ 2 അല്ലെങ്കിൽ 3 ദിവസം ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് അടുപ്പിച്ച് ഞാൻ ചെയ്യണത് കുറവാണ്. 2 വീക്കിലി, അതായത് അടുപ്പിച്ച് ചെയ്യൽ കുറവാണ്. ഇന്ന് ചെയ്താൽ 2 ദിവസം ചെയ്യില്ല, അത് കഴിഞ്ഞ് അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങളൊരു 1 വീക്ക് യൂസ് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് വീക്ക് യൂസ് ചെയ്തിരിക്കുക. അങ്ങനെ അടുപ്പിച്ച് ഞാൻ ചെയ്യാലില്ല കേട്ടോ. ചെയ്തെന്ന് വെച്ചാൽ പ്രശ്നമൊന്നും ഉള്ളതുകൊണ്ടല്ല, ഞാൻ ചെയ്യൽ കുറവാണ്. ഈ ടോണർ നമ്മൾ സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ റോസ്മേരിയുടെ ടോണർ യൂസ് ചെയ്ത ഹെയർ സോഫ്റ്റ് ആവും സിൽക്കി ആവുമെന്ന് തോന്നിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് എൻ്റെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സിലേക്ക് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വെരി ഫസ്റ്റ് നമ്മൾ സ്കാൽപ്പിൽ ചെയ്യുക. നമ്മുടെ മുടി ഇങ്ങനെ നനഞ്ഞ് തൂങ്ങണം, ഇത് അത്രയും ചേട്ട ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല കാറ്റായിട്ട് ഇവിടെ, നല്ല രസമുണ്ടിരിക്കാൻ. നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ വലിയ പരിപാടികൾക്കൊന്നും പോകരുത്. ഒരൊറ്റ വണ്ട ഉണ്ടാക്കിയാൽ നമ്മൾക്ക് ഓരോരോ ആഴ്ചത്തേക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല ചിയ സീഡിൻ്റെ ഡ്രിങ്ക് കുടിക്കും. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഇനി അത് പോയിട്ട് ഉണ്ടാക്കിയിട്ട് വേണം കുടിക്കാനായിട്ട്. ഞാനത് പറഞ്ഞതാണ്, മോളെ ഹെയർ കെയർ കാണിക്കുന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളും കൂടി പറഞ്ഞതാണ് കേട്ടോ. ചിയ സീഡിൻ്റെ ഡ്രിങ്ക് ഞാൻ കുടിക്കാറുണ്ട്. അതിപ്പോൾ ഉണ്ടാക്കിയിട്ട് വേണം കുടിക്കാനായിട്ട്, അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ബോയിൽ ചെയ്ത വാട്ടറിലേക്ക് ഒരു കുറച്ച് ചിയ സീഡ് ഇട്ട് വയ്ക്കും. ജസ്റ്റ് സോക്കായി കഴിയുമ്പോൾ അത് എടുത്തിട്ട് കുടിക്കും. അതൊക്കെ തന്നെ ഉള്ളൂ. നനഞ്ഞുകൊണ്ടാട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ഉണങ്ങണ വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് ഡ്രൈ ആവട്ടെ കേട്ടോ. ഡ്രൈ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹെയർ ഏതാണ്ടൊക്കെ ഡ്രൈ ആയിട്ട് ഇനി കുറച്ചും കൂടെ ഡ്രൈ ആവണ്ടേ. പക്ഷേ വീഡിയോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുടി നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. ഒരു പൊടിക്കും കൂടെ ഉള്ളൂ കേട്ടോ. വലിയ ഇങ്ങനെ കുതിർന്നിരിക്കുന്ന പോലെ നനവൊന്നുമില്ല. ഞാൻ പൊതുവെ ഇങ്ങനത്തെ ക്ലച്ചസ് ആട്ടോ വീട്ടിൽ ഉപയോഗിക്കാറ്. വീട്ടിലല്ല, ഞാൻ പൊതുവെ അങ്ങനത്തെയാണ് മുടി കെട്ടാനായിട്ട് ഉപയോഗിക്കാറ്. അപ്പോൾ അത് മുടി നമ്മൾ കെട്ടി വെച്ചു മേളിലേക്ക് കയറ്റിയിട്ട് കണ്ടോ. ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് വലിച്ച് കെട്ടരുത്, നെറ്റി കയറാണ്ട് കെട്ടണം. ഞാൻ കുറച്ച് ലൂസ് ബണ്ണായിട്ട് കെട്ടിയിരിക്കുന്നത്, മുടി ലേശം ഇവിടെ ഉണങ്ങാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു മോർണിംഗ് ടൈമിലുള്ള സ്കിൻ കെയർ, ഹെയർ കെയർ. ഞാൻ ഇത്രയാണ് മസ്റ്റായിട്ടും ചെയ്യാറില്ല, പക്ഷെ ഇത്ര എന്തായാലും ചെയ്യും. അപ്പോൾ നിങ്ങളും എല്ലാവരും മസ്റ്റായിട്ട് ഹെയർ കെയർ ചെയ്യും. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു, മുടി നന്നായിട്ട് കോംബ് ചെയ്തു, മസാജ് ചെയ്തു, സ്പ്ലിറ്റൻസ് ചെക്ക് ചെയ്തു, സ്പ്ലിറ്റൻസ് വരാണ്ടിരിക്കുക ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തു, ഹെയറിൻ്റെ സ്ട്രാൻഡ്സിൽ ഓയിൽ അപ്ലൈ ചെയ്തു, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് റോസ്മേരിയുടെ ടോണർ ഉണ്ടാക്കി, പിന്നെ ചിയ സീഡ്. അത് ഹെയർ ഇന്റേണലി ഗ്രോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഇത് ഒരുപാട് മുടിക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യം കേട്ടോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ അടുപ്പിച്ചൊരു 2 ആഴ്ചക്ക് ചെയ്ത് നോക്കിയാൽ മുടി നല്ല സോഫ്റ്റ് ആൻഡ് മാനേജബിൾ ആയിട്ടിരിക്കും. പിന്നെ നിങ്ങളുടെ പണ്ടത്തെ മുടിനേക്കാളും ഡ്രൈനസ് കുറയാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.